എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ലെവലുകൾ ഞാൻ ഓൾറെഡി രാവിലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുന്ന എൻ്റെ ലെവലുകളാണ്. പലരും പറയുന്നുണ്ട് ഒരു റെക്കോർഡഡ് വീഡിയോസാണ്, ആഫ്റ്റർ റെക്കോർഡ് ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലെവലുകൾ ടെലഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെറുതെ ഒരു അനലൈസിങ് ആണോ അതോ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണോ മാർക്കറ്റിനെ സമീപിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഈ ലെവൽസ് വെച്ചിട്ടുള്ള ലൈവ് വീഡിയോ എങ്ങനെ ഞാൻ വർക്കൗട്ട് ചെയ്തു, എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്തു എന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇന്നത്തെ ഒരു ലൈവ് വീഡിയോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് പലപ്പോഴായിട്ട് വന്നിരിക്കുന്ന തെറ്റുകൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ട്രേഡർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു വീഡിയോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാകും എന്നുള്ള കാര്യങ്ങൾ 100% ഉറപ്പാണ്. അതുകൊണ്ട് ദയവേദി വീഡിയോ കണ്ടു തുടങ്ങുന്ന ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയും വിധം ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്ലീസ് വാച്ച് ഫുൾ. സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ 8 പോയിൻ്റൊക്കെയാണ്, ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ട്രേഡിങ്, നമ്മുടെ ലൈഫ്, നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ്, ഇത് മൂന്നുമായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ലിങ്ക് ഉണ്ട്. ആ ലിങ്കൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് ആ രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ 95% ആളുകൾക്കും ലോസാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫും നമ്മുടെ ക്യാരക്ടറും അതേപോലെ തന്നെ പ്രകൃതി, പ്രപഞ്ചം, ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെ കണ്ണ് കിട്ടി, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെവി കിട്ടി, നമുക്ക് ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെ ഗന്ധങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ മൂക്ക് കിട്ടി, നമുക്ക് ചിന്തിക്കാനായിട്ട് ബ്രെയിൻ കിട്ടി. ഇതൊക്കെ എങ്ങനെ നമുക്ക് വന്നു ചേർന്നു എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യങ്ങളുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് പരസ്പരം ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു അമാനുഷിക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സയൻസ്, ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ കാര്യങ്ങളും കൂടെ നമ്മളെ ട്രെയിനിങ് ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മളെന്താണെന്ന് സ്വയം ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. അതേപോലെ തന്നെ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം, അനലൈസിങ്ങിൻ്റെ ഭാഗം, വ്യൂ പറയുന്ന ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് എത്തുന്നവരെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ബാക്കിയുള്ള നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാലും കുഴപ്പമില്ല. ഒരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അനലൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. 25,250 ഫ്യൂച്ചർ നിൽക്കുന്നത്. മാർക്കറ്റ് 24 പോയിൻ്റാണ് പ്ലസ് ആയിട്ട് നിൽക്കുന്നത്. എക്സ്പയറി ഡേ ആണ് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അപ്പായിക്കൊണ്ട് തന്നെ ഡൗണിലേക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ
ഈ ഒരു റെഡ് ക്യാൻഡിൽ 3 സ്റ്റെപ്പായിട്ടാണ് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. 3 സ്റ്റെപ്പാണ്, ലെങ്തി ക്യാൻഡിലാണ്. ആ ഭാഗത്തുണ്ടായിരുന്ന ക്യാൻഡിലുകളൊക്കെ ഈ ഒരു ക്യാൻഡിലിനും ലെങ്ത് കൂടുതലാണ്. ഇങ്ങോട്ട് മാത്രമേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ 25275 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത്, അതായത് ഈ ഒരു ക്യാൻഡിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സോണ് ചെറുതായിട്ടൊന്ന് വരച്ചു വെക്കാം. ആ സോണിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് 25289. അതിൻ്റെ ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ 25237 ആണ്. ഈ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഗ്യാപ്പ് അപ്പോട് കൂടി, അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ, ആ റെഡ് ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അപ്പോൾ ആ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 25 പോയിന്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് 25265 മുകളിലോട്ട് പോയിട്ട് ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ സ്പേസ് ഫില്ല് ചെയ്തിട്ട് താഴത്തോട്ട് വരുമോ, അതോ റെക്ടാങ്കിൾ ബോക്സിൻ്റെ മുകളിൽ പിടിച്ചിട്ടാണോ താഴത്തോട്ട് വന്നതെന്ന് അറിയില്ല. ഓൾറെഡി RSI 15 മിനിറ്റ്സിൽ 50% ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരണം, മാർക്കറ്റ് അപ്പിൽ പോയിട്ട് തിരിച്ച് താഴത്തോട്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അപ്പിലേക്കാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ RSI ഇവിടെ റീക്രോസ് ഓവർ ചെയ്ത് 50% ഡൈവർജൻസ് ആവണം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 25265 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ ഭാഗത്തേക്കും, അതായത് അവിടുത്തെ ലെവൽ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 25280, അതിനുശേഷം തിരിച്ച് താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുമോ, അത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ 25222 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതായിട്ടുള്ളതാവുക. അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാർക്കറ്റ് വരേണ്ടത് 25195 പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ക്യാൻഡിൽ ഒരു വീക്ക് ക്യാൻഡിലായിട്ടാണ് മുകളിലോട്ട് പോയിരിക്കണേ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഇന്ന് വരുമോ എന്നുള്ളതിനും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ചാർട്ടിലൂടെ കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് 3 ലെവലുകൾ. ഇൻ കേസ് ഈ ഒരു റെക്ടാങ്കിൾ ബോക്സിന് പുറത്തേക്ക് പോയാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ എന്ന് പറയുമ്പോൾ 25324 അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അത്രയൊക്കെ മതി. നമ്മൾ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൂടുതലൊന്നും, ഒന്നെങ്കിൽ ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ ഇറങ്ങുക എന്നുള്ളതല്ലാതെ വേറെ അവിടെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള സമയം വെറുതെ ഇരിക്കാം, വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ വായിച്ചിരിക്കാം, അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാം. അല്ലാതെ വൈകുന്നേരം വരെ ട്രേഡിങ്ങിലിരുന്ന് ശരീരം നശിപ്പിക്കുന്ന പരിപാടി മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് ഇന്നുകൊണ്ട് നാളെയുണ്ട്. നമ്മളുണ്ടാവുമോ, നമ്മളുടെ കൂടെ ക്യാപിറ്റൽ ഉണ്ടാവുമോ എന്നുള്ളതിനാണ് പ്രസക്തി. പയ്യെ തിന്ന പനയും തിന്നാം. നമ്മൾക്ക് പതുക്കെ 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 കൂട്ടി 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 കൊണ്ടുവരുന്നതും ഒറ്റയടിക്ക് കൂട്ടാൻ ശ്രമിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിവേ സ്ട്രൈക്കിലേക്ക് പോവാം. സ്ട്രൈക്കിൽ ഞാൻ നെക്സ്റ്റ് വീക്കിലെ സ്ട്രൈക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സിയിൽ 25100, പിയിൽ 25400 എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ന്യൂട്രൽ ഓപ്പണും കൺസോൾട്ടേഷൻ സോണൊക്കെ ഒരുമിച്ചാണ് മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്തിട്ട് വെക്കാം, ബാക്കി നമുക്ക് ആ സമയത്ത് സൂം ഇൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ 284, അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ആദ്യം പോയി മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു റെഡ് ക്യാൻഡിലുണ്ട് 294. അപ്പോൾ ഇതൊക്കെ കൺസോൾട്ടേഷൻ ആണെന്ന് സൂചിപ്പിക്കുന്ന ക്യാൻഡിലുകളാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 247 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവുമോ എന്നുള്ള കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മാർക്കറ്റ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ തൽക്കാലികമായിട്ട് നോക്കേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 21 പോയിന്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ ഫോക്കസ്. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ സിയിൽ 280 അല്ലെങ്കിൽ ഈ ഒരു ലെവല് 284, 290 ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ RSI ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്ത് ഗ്രീൻ്റെ ഉള്ളിലേക്ക് കയറി മേളിലോട്ട് പോയി കഴിഞ്ഞാൽ സിയിലെ മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം നടക്കുന്നത്. 255 താഴത്തോട്ട് വന്നാൽ മാത്രമേ സി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിൽ പറയാനായിട്ട് പറ്റത്തുള്ളതേ. നേരെ ഓൺ ചെയ്ത് മാർക്കറ്റ് വന്നത് തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ്.
അപ്പോൾ നിലവിലുള്ള സിയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 300ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. 300 ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരെ വന്ന് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ആദ്യം ഉദ്ദേശിച്ചത്. അത് ആദ്യമേ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ല് നടത്തിയിട്ടുണ്ട്. ഇനി 300 എന്നുള്ള ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ടോ എന്ന് നോക്കണം. RSI സിയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പക്ഷെ അത് ഗ്രീനിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് സസ്റ്റെയിൻ ആയിട്ട് മൂവ് ചെയ്ത് പോകത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ധൃതി ഒന്നും പിടിക്കുന്നില്ല. RSI സിയിലത് ക്രോസ് ഓവർ ആയാൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. പിയിലേക്ക് എപ്പോഴാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്? 250 മുകളിലോട്ട് വന്നാൽ മാത്രമാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. സിയിൽ 300 എന്നുള്ള ലെവല് മുട്ടാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട്. 297 ആയിട്ടുണ്ട്. 300 എന്നുള്ള ലെവല് ഒന്ന് ബ്രേക്ക് ചെയ്യണം. കാരണം 300 എന്നുള്ളത് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ മാക്സിമം ശ്രമിക്കും. 300 ഒന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ആണ് പിന്നെ ഉള്ളത് 298. അപ്പോൾ RSI സിയിലേക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കുകയില്ല. 300 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഉടനെ ഒന്നും എന്തായാലും 305ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇനി അത് വരുമോ എന്നുള്ളത് നോക്കണം. ഒറ്റടിക്കൊന്നും എന്തായാലും പോവില്ല. 305 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് 307, 325 ലെവലാണ്. മുന്നൂറ്റി 4, 305, 306, 307 ഈ മൂവ്മെന്റ് RSIയുടേത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 325 ഇനിയുള്ള സ്പേസ്. ഇൻഡെക്സിൽ ഫ്യൂച്ചറിൽ മാർക്കറ്റ് 25,320 എന്നുള്ള റെസിസ്റ്റൻ്റ് ഉണ്ട്. ആ റെസിസ്റ്റൻ്റ് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെക്ടാങ്കിൾ ബോക്സിന് പുറത്തേക്കാണ് ഫ്യൂച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. വോളിയം നല്ല രീതിയിൽ വരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. RSI ഈ ഗ്രീനിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റിജക്ഷൻ വരും. RSI ഈ ഗ്രീനിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റിജക്ഷൻ വരും. ആ റിജക്ഷന് താഴത്തോട്ട് വരുമോ, നിലവിലുള്ള ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്ത് 325ലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. കാരണം RSI ക്രോസ് ഓവർ ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഗ്രീനിലേക്ക് മുട്ടുമ്പോൾ RSIയുടെ ലെവൽ വെച്ചിട്ടും ഈ ഗ്രീൻ ലൈൻ ഒരു റെസിസ്റ്റൻ്റ് ലെവലാണ്. പിന്നെ അത് ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു റിജക്ഷൻ വന്നതിന് ശേഷം RSI ഗ്രീനിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ എഗെയിൻ 305 ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് പിന്നെ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റിൽ വരത്തുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. പത്ത് പോയിന്റിന്റെ മേലേക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി പറഞ്ഞ പോലെ മൂന്നെണ്ണത്തിലാണെങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇടണം. രണ്ടെണ്ണത്തിലാണെങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിന്റോ, ഈവൻ ഇതിൽ 10 പോയിന്റ് കിട്ടിയാലും ആ സെയിം സ്ട്രൈക്ക് എൻട്രി നിന്ന് 10 പോയിന്റ് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും കോസ്റ്റ് ടു കോസ്റ്റ് ആവുന്നുള്ളൂ. വേറെ വിഷയങ്ങളൊന്നും വരില്ല. കാരണം ഈ ഒരു ഭാഗത്ത് 2 ലോട്ട് എടുത്തു, 15 പോയിന്റ് കിട്ടി, ഒരെണ്ണം കൊടുക്കുക. ബാക്കിയുള്ള ഒരെണ്ണം ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും 5 പോയിന്റ് പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. $310 ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. കൺസോൾട്ടേഷൻ സോണുമാണ്. RSI ഗ്രീനിലേക്ക് കയറി തന്നെയാണ് നിൽക്കുന്നത്. ഇത് കൺസോൾട്ടേഷൻ സോണാണ്. 310ലേക്ക് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 312, 316, 325 ഒരു ലെവൽ ഇനി ടച്ച് ചെയ്യാനായിട്ടുള്ളത്. 325 കഴിഞ്ഞാൽ പിന്നെ 354. 325 ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഈ RSI ഇനി 50% ക്രോസ് ഓവർ ആയാൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
335 ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ 25,350 ലെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂച്ചറും കൂടെ ഞാൻ കാണിച്ചു തരാം, എന്നാലും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. റെക്ടാങ്കിൾ ബോക്സ് ബ്ലൂ ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് ബോക്സും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഹൈയിലാണ് വന്ന് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയാലാണ് മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. തൽക്കാലം പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കുകയില്ല. കാരണം RSI തിരിച്ച് കർവായാൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. $354 മെയിനായിട്ടുള്ള ഒരു ഫോക്കസ് ലെവൽ തന്നെയാണ്. പക്ഷെ അത് അത്ര വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ വരും, ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിട്ട് വരും. കാരണം ഈ 325 എന്നുള്ള പ്രാധാന്യമുള്ള അതേപോലത്തെ ഒരു ലെവൽ തന്നെയാണ് 354 മാർക്കറ്റിലുള്ളത്. ഇന്നലെ വേറൊരു സ്ട്രൈക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തത്. ഇന്നലെ ആ ഒരു സ്ട്രൈക്കിൽ 400 നന്നായിട്ട് വെയിറ്റ് ചെയ്തൊരു ലെവലായിരുന്നു, 400. അപ്പോൾ ഇന്നലത്തെ സ്ട്രൈക്ക് ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് 400 റീച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്ട്രൈക്ക് മാറ്റിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. 284, 90 ആ ഒരു ലെവലിൽ നിന്നാണ് എൻട്രി പ്ലാൻ ചെയ്തത്. അപ്പോൾ 90-ൽ നിന്ന് 30-40 പോയിന്റ്, ഒരെണ്ണം 10 പോയിന്റ് കൊടുത്താലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാലും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റാണ് രാവിലെ ആയി നിൽക്കുന്നത്. സമയം 9:23 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ RSIയുടെ ക്രോസ് ഓവർ 50% ഡൈവർജൻസ് ആവാം, അടുത്ത ക്യാൻഡിൽ മേ ബി ഡൈവർജൻസ് ആവാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ 2 ലോട്ട് എടുത്തിട്ട് ഒരെണ്ണം 10-11 പോയിന്റ് അല്ലെങ്കിൽ 21 പോയിന്റ് ആകുമ്പോൾ ലോക്ക് ചെയ്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി 21 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഡെയിലി തച്ചൊത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ മാസത്തിലൊരു 4 ട്രേഡ് 100 പോയിന്റും 2 ട്രേഡ് 150 പോയിന്റും 1 ട്രേഡ് ഒരു 250 പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിയാണ്. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ടെൻഷൻ ഇല്ല. ഈ വേരിയേഷൻസ് ഉണ്ടാകുന്ന അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല. ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളത് കിട്ടാൻ വിധിയുള്ള പോലെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. 100 പോയിന്റ് എന്തായാലും മാസത്തിൽ 4 കൺഫേം ആയിട്ട് കിട്ടും. ഈ 325 എന്നുള്ള അതേ തുല്യ പ്രാധാന്യമുള്ള ലെവൽ തന്നെയാണ് 354 എന്നുള്ള ലെവൽ. അപ്പോൾ RSI ഓൾറെഡി ക്രോസ് ചെയ്ത് നിൽക്കുന്ന കാരണവും ഇനി മേളിൽ പോയി ക്രോസ് ഓവർ ആകാനായിട്ട് ഇഷ്ടംപോലെ സമയമുള്ളത് കാരണവും കുറേ കൺസോൾട്ടേഷന് ശേഷം ആണെങ്കിൽ പോലും RSI തിരിച്ച് ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ചെയ്യില്ല. പിയിൽ ഈ 232 തിരിച്ച് വരാനായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് ഇപ്പോൾ വരുമോ അതോ കുറേ നേരം കഴിഞ്ഞിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. എന്നും ഈ ഒരു ബ്ലൂ ലൈൻ മാർക്കറ്റ് വരും എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് പോയിരിക്കണേ. 233 ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 325 അതേ തുല്യ പ്രാധാന്യം 354 ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു പ്ലാൻ ബി ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് ഉടനെ പോയി ഞാൻ ചാടിക്കയറി കോൺസെൻട്രേഷൻ ചെയ്യുമെന്നല്ല. പോണ വഴി എവിടെയൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഒരു വഴി പോണത്. കാരണം തിരിച്ചു വരുമ്പോൾ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണമല്ലോ. 349, 351, 354 അപ്രോക്സിമേറ്റ് ലെവല്. എന്താ പറയണ്ട, ആസ് എ ഡിസിപ്ലിൻ ട്രേഡർ എനിക്ക് 354 വരെ മതി, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മതി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കറക്റ്റ് 354.5 ഇട്ടിട്ട് കാര്യമില്ല. എപ്പോഴും ഒരു ബഫർ സോണൊക്കെ കീപ്പ് ചെയ്യുന്നത് വളരെ ബെനിഫിറ്റാണ്. ഇൻ കേസ് അത് ഞാൻ മാക്സിമം ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് എന്താണെങ്കിലും ഹോൾഡ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റുള്ള വ്യക്തിയാണെങ്കിൽ അതൊന്നും വിഷയമല്ല. അതും കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറി പോകണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 353 ആ ബ്ലൂ ലൈൻ എടുത്ത് മാറ്റാം. ചില സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 358 ഓൾറെഡി ആയിട്ടുണ്ട്.
363 ആയിട്ടുണ്ട്. 363 ആയിട്ടുണ്ട്. ഇനിയുള്ള 371 അത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ 370 ബ്രേക്ക് ചെയ്തിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. വൺസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എങ്ങോട്ടാണ് പോവുക? അപ്പോൾ അത് നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കാം. കാരണം 370 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. പ്രീവിയസ് ആയിട്ടേ ഉള്ള ലെവലുകളാണ്. അത് എന്നത്തെ ലെവലാണ്? ഏകദേശം ജൂൺ 9 മുതൽ ജൂൺ 11 വരെയുള്ള റെസിസ്റ്റൻ്റ് ലെവലാണ് 370. വൺസ് അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ മേളിലോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു അലർട്ടായിട്ട് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തടസ്സങ്ങൾ അതിജീവിച്ച് പോയാൽ മുകളിലോട്ട് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. പോകില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അത് ചില സംഭവങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് തന്നെ പോകും. എന്നാലും 370 എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ്? 290 നിന്ന് 370, 20 പോയിന്റും കൂടെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ 100 പോയിന്റാണ്. RSI 50% കവറപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം തടസ്സങ്ങൾ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനിയും പോകില്ലയോ എന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ലാതെ ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ 370 റിവേഴ്സ് ആവുമോ? അതൊന്നും എനിക്കറിയില്ല. തടസ്സങ്ങൾ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകും എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ തടസ്സങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് പോകുമോ ഇല്ലയോ, അതിൻ്റെ ഡയറക്ഷൻ സേഫ് ആണോ, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, ലെവലുകൾ അറിയാൻ വേണ്ടി മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഈ ഒരു ബേസ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് RSI നോക്കും. RSI 50% തിരിയോ, ഇവിടെ മാക്സിമം ട്രെയിൽ ചെയ്യും. കാരണം 370 ജൂൺ മുതലുള്ള റെസിസ്റ്റൻറ്റ് ലെവലുകളാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത്തിരി ടഫാണ്. ചിലപ്പോൾ ഒരു 5-6 ക്യാൻഡിലൊക്കെ അവിടെ സസ്റ്റെയിൻ ചെയ്യാം. അതിനുശേഷം ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്തും പോകാം. ഡിപ്പെൻസ് അപ്പോൺ അവിടെ ഏത് രീതിയിൽ മാർക്കറ്റിനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. അതൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ടെൻഷൻ പിടിക്കാത്തൊരു സേഫ് ട്രേഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സേഫ് ആവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സേഫ് ആവാനായിട്ടുള്ള ഉദ്ദേശമാണ് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ, അതായത് 355 മുകളിലോട്ട് കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കാം. അപ്പോൾ മാർക്കറ്റ് എവിടം വരെ പോയി? 370 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ടോപ്പിലാണ് ഈ ഒരു മഞ്ഞ ലൈൻ ടോപ്പ് വന്ന് നിൽക്കുന്നത്, ടാലി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോലൊരു ഇത്തിരി ടഫാണ്. അതിനെ ടാലി ചെയ്തിട്ടാണ് 270 എന്നുള്ള ഒരു ലെവല് വളരെ സേഫായിട്ട് മാർക്കറ്റിൽ വന്ന് നിൽക്കുന്നത്. അതെവിടം വരെ പോയിട്ടുണ്ട്? 270, 371 ആണ് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ലെവലിലാണ് പോയി നിൽക്കുന്നത്, 381 വരെ. ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡേയുടെ ഹൈയിൽ കറക്റ്റായിട്ട് പോയി ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം മുകളിലോട്ട് നോക്കി വെച്ചാൽ മതി. അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം. 2 മിനിറ്റിൽ പിയിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ലെവലാണ്. ബട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനും പറ്റില്ല. കുറേ നേരമൊക്കെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. കാരണം ഈ ഒരു സ്പേസ് മാർക്കറ്റ് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആണ് ഞാൻ 2 മിനിറ്റിലേക്കൊന്ന് ഡൈവർജൻസ് ആക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഒരൊറ്റ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിട്ടൊക്കെ കയറി പോവുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ ഒരു പീല് ഒരു ആവറേജിങ് കൺസെപ്റ്റൊക്കെ ആണെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ പീലൊക്കെ എടുത്ത് വെക്കുന്നത് അത്ര വലിയ ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല. സ്റ്റോപ്പ് ലോസ് ചെറുതിട്ടുകൊണ്ടൊന്നും പീലെടുക്കാൻ പറ്റില്ല. ഇൻ കേസ് പീലെടുക്കണമെങ്കിൽ ഒരു ആവറേജ് കൺസെപ്റ്റിൽ എടുക്കണം. കാരണം ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പീല് വന്നു കഴിഞ്ഞാൽ 385 ഒരു ഹൈ വോളിയം മൂവ്മെൻറ്റ് സിയിൽ ഏത് നിമിഷവും ഉണ്ടാവാം എന്നുള്ള കൺസെപ്റ്റിൽ പി എടുത്ത് ഹോൾഡ് ചെയ്താലേ പ്രയോജനമുള്ളൂ. കയറോ കയറാതിരിക്കോ സെക്കൻഡറി. RSI ഒക്കെ ക്രോസ് ഓവർ ചെയ്ത് പിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ ഇവിടെ നടന്നിട്ടുമുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരാനുമുണ്ട്. അപ്പോൾ എന്താ, ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്താൽ ഇത്തിരി കൂടെ ധൈര്യവും കിട്ടും. 233 ഭാഗത്തേക്കൊക്കെ ആവറേജ് ചെയ്തോ അല്ലാതെയോ ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം.
ഒരു ആവറേജിങ് കൺസെപ്റ്റിലൊക്കെ പി എടുത്താൽ കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയണ്ടേ, കൺഫേം ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രേഡ് അല്ല പി ഇടത്. കാരണം ഈ 385 എന്നുള്ളൊരു സ്പേസ് സിയിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു പിൻബാറിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പി എടുത്തിട്ട് കൊണ്ടുപോകാമായിരുന്നു. ബട്ട് ഇവിടെ 385 എന്നുള്ളൊരു സ്പേസ്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ പി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, സിംഗിൾ ലോട്ടിൽ പി എടുത്തിട്ടുണ്ട്. അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 195 ആണ് അവരുടെ സ്റ്റോപ്പ് ലോസ്. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. 2 മിനിറ്റിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡറാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അവിടെ ഒരു വലിവുണ്ടാകും എന്നുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 195 ഒരു സ്കോപ്പില്ലാത്ത സ്റ്റോപ്പ് ലോസാണ്. മേ ബി കയറി പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ താഴത്തേക്ക് വരാം. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു പിയുടെ ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അതാ ഒരു 385 കിടക്കുന്നതുകൊണ്ടാട്ടോ. അതാ കണ്ണിൽ പെട്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം രണ്ട് രീതിയിൽ ഈ ഒരു പി എന്നുള്ള ആ ഒരു ട്രേഡിനെ ഫോക്കസ് ചെയ്യേണ്ടി വരുമെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഒരു സ്റ്റോപ്പ് ലോസ് ബേസ് വെച്ചുകൊണ്ട് ആ ഒരു ട്രേഡ് എടുക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്, ബട്ട് അത് ആവറേജിങ് കൺസെപ്റ്റിലെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അവിടെ ഒരെണ്ണം എടുത്തിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ, ഇൻ കേസ് അതൊരെണ്ണം ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഇതൊരെണ്ണം ഞാൻ എടുത്തിട്ട് ഹോൾഡ് ചെയ്തു. എൻ്റെ ഉദ്ദേശം ആവറേജിങ് ആണ്. അപ്പം എന്താ, ഈ ഒരു 365 എന്നുള്ളൊരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 385 ഇട്ടുള്ള ഒരു ബിഗ് മൂവ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പം ഇതൊരെണ്ണം എടുത്തു വെച്ചാലും കുഴപ്പമില്ല. ഇപ്പുറത്തെ ഒരു മൾട്ടിപ്പിൾ ലോട്ടിൽ ഈ ഒരു പോയിന്റ് ക്യാച്ച് ചെയ്തെടുത്താൽ എന്നാ കുഴപ്പം, ഈ ലോസ് അപ്പുറത്ത് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ എന്താ പറയണ്ടേ, ഈ ഒരു ചാർട്ട് ഇല്ലാതെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവാം. അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് എന്ത് ചെയ്യും? ആ സ്റ്റോപ്പ് ലോസിൻ്റെ കാരണം എന്താണെന്ന് അവർക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? പറ്റില്ല. ബട്ട് എനിക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടായാൽ അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പുറത്ത് ചാർട്ട് കാണിച്ചു തരുന്നുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ചാർട്ട് സ്ട്രൈക്കിൽ എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ റീസൺ. അപ്പോൾ കാത്തിരുന്ന് കാണാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നതുണ്ടോ? അപ്പോൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇടുന്ന സ്റ്റോപ്പ് ലോസ് എന്തുകൊണ്ട് അടിക്കുന്നു, അതിനുള്ള റീസൺ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ട്രേഡ് എടുത്തു വെക്കുമ്പോൾ ഞാൻ എടുത്താൽ ഉടനെ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്ന് പലർക്കും അറിയാതെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്, ആ സ്റ്റോപ്പ് ലോസിനുള്ള കാരണവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ സ്പെഷ്യലി പറയാനായിട്ട് ശ്രമിച്ചത്, കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നോക്കിയേ, സ്റ്റോപ്പ് ലോസ് ഇടുമ്പോഴും എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, സ്റ്റോപ്പ് ലോസിനുള്ള കാരണം എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങൾ ഈ ഒരു ചാർട്ടിൽ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞു, മാർക്കറ്റ് 380 ഭാഗത്തേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പിയിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആവറേജിങ് കൺസെപ്റ്റിൽ എടുക്കണം, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുള്ള മൈൻഡോട് കൂടി 2 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കി എടുക്കുന്ന ആളുകൾക്ക് ഇതേ അടപടലെ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിത് ആവറേജിങ് കൺസെപ്റ്റിൽ എടുക്കാം, അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ RSI എടുത്ത് നോക്കി എടുക്കാം എന്ന് ഞാൻ പ്രതിപാദിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ എന്താ പറയണ്ടേ, അതൊരു സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നുള്ള കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, അതിനുള്ള കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ, ഈ എടുക്കുന്ന ആളുകൾക്ക് ഉടനെ സ്റ്റോപ്പ് ലോസ് അടിക്കാറുണ്ടല്ലോ, അത് എന്തുകൊണ്ട് അടിക്കുന്നു എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറൊന്നും അവിടെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മെജോറിറ്റി ആളുകൾക്ക് എന്താ പറ്റുന്നത്, ചാർട്ട് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചതിൻ്റെ റീസൺ കണ്ടെത്താനാവാത്തത്. അതുകൊണ്ടാണ് ഇവിടെ ആവറേജിങ് കൺസെപ്റ്റിൽ എടുത്താൽ മാത്രമാണ് സക്സസ് ആവത്തുള്ളൂ. ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആവില്ല. എന്തുകൊണ്ടാ? 2 മിനിറ്റിൻ്റെ RSI 50% കർവ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? 5 മിനിറ്റിൻ്റെ RSI ഓൾറെഡി അപ്പർ സൈഡ് പോയിക്കൊണ്ടിരിക്കുക.
അപ്പം ഇവൻ അതിന് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കണേ. അത് നടപടിയാവില്ല. അതുകൊണ്ടാണ് എന്താ നമ്മൾ കൂടുതലും 15 മിനിറ്റ്സും നോക്കിയേ, RSI 15 മിനിറ്റ്സിൽ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 5 മിനിറ്റിൽ ഓൾറെഡി RSI ക്രോസ് ഓവറാണ്. 30 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ്. 1 അവറിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇത്രയും സാഹചര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ സിംഗിൾ ഒരു 2 മിനിറ്റിൻ്റെ RSI നോക്കി എടുക്കുന്ന ആളുകൾക്ക് എങ്ങനെ പണി കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തെളിവ് സഹിതം കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ആൾക്കാർ വിചാരിക്കുക ഞാൻ എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതല്ല, ചാർട്ട് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ഈ ചാർട്ട് കാണുന്ന ആളുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ RSIയുടെ ക്രോസ് ഓവർ എപ്പോൾ ആവുന്നോ ആ ടൈമിൽ 5 മിനിറ്റിൽ എന്താ RSI എപ്പോൾ ഇവിടെ റീക്രോസ് ഓവർ ആവുന്നോ അപ്പോഴാണ് അത് വർക്കൗട്ട് ആവത്തുള്ളൂ. മാർക്കറ്റ് 386 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. RSI ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും ഇപ്പുറത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിച്ചൊരു ഭാഗം അവരങ്ങ് മാറി നിൽക്കുക. ഇനി ആ താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചവർ ഇപ്പുറത്ത് മൾട്ടിപ്പിൾ ലോട്ട് എടുത്ത് പ്രോഫിറ്റ് ആക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലാഭം. ഇനി ഇത് RSI ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും അത് ആവറേജ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമോ എന്നുള്ള മൂന്നാമത്തെ ഭാഗം കൂടെ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ 4 സ്ക്രീനൊക്കെ വെച്ച് നോക്കുന്നത്? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്? കാറ്റെല്ലാം ഒരു ദിശയിലേക്ക് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഹൈ വോളിയത്തിൽ നോൺ സ്റ്റോപ്പ് ഗ്രീനുകളായിട്ട്, റെഡിൻ്റെ അളവ് കുറവാണ്, നോൺ സ്റ്റോപ്പ് ഗ്രീനുകളായിട്ട് എന്തുകൊണ്ട് മാർക്കറ്റ് പോകുന്നു എന്ന് വെച്ചാൽ RSI കംപ്ലീറ്റ് ആ ഒരു ഭാഗത്തേക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 393. അപ്പോൾ 289 ഭാഗത്ത് നിന്ന് എടുത്തൊരു വ്യക്തിക്ക് 393 വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 100 പോയിന്റ് ആയിട്ടുണ്ട്. രാവിലെ എടുത്ത സ്ഥലത്ത് നിന്ന് 10 പോയിന്റ് ട്രെയിൽ ചെയ്ത് വയ്ക്കുക, ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യുക. RSI ക്രോസ് ഓവർ ആകുന്നവരെ ഹോൾഡ് ചെയ്യുക. വേണമെങ്കിൽ ഒരു 352 365 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം ഒരു ലോട്ട്, എന്നാലും ലാഭമാണ്. അടുത്തത് 400 കോൺസെൻട്രേഷൻ ചെയ്യണം. 400 ശരിക്കും ലെവൽ എന്ന് പറയുമ്പോൾ 413, പക്ഷെ 400 ഒരു ബഫർ സോൺ ഇട്ടിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ റീസൺ? 399 405 ഒരു റിജക്ഷൻ. അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അത് നിസ്സാരക്കാരനല്ല. എന്നാലും 400 ടാർഗറ്റ് കറക്റ്റായിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. 400.45 110 പോയിന്റ്. അപ്പോൾ സമയം 9:57 ആയിട്ടുണ്ട്. സാധാരണ 10 മണിക്കാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് സിയുടെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 400 റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് എവിടം വരെ വരും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വേറൊരു കാര്യമുണ്ടല്ലോ, ആവറേജ് ചെയ്ത ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അതും കൂടെ ഒന്ന് നോക്കാം. RSIയിൽ 5 മിനിറ്റിലൊരു ക്രോസ് ഓവർ ആവുന്നുണ്ട്. ഇതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായിരിക്കും? ഈ 415 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിൽ ഓൾമോസ്റ്റ് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് റൈഡ് പിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം എന്താ അവസ്ഥ? നേരത്തെ പറഞ്ഞ ഒരു സിസ്റ്റം പ്രകാരം ഇവിടെ എൻട്രി എടുത്തു, അല്ലെങ്കിൽ എൻട്രി എടുത്ത ലെവൽ 207, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറിയ ആളുകൾ 195. ആവറേജ് ചെയ്ത കൺസെപ്റ്റിലാണെങ്കിൽ 175 ആവറേജ് വേണ്ട, 185 ആവറേജ് ചെയ്തു, 185 ആവറേജ് ചെയ്തു. അപ്പം ആ സാധനം തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ലാഭമല്ലേ? അതെവിടെയാണ് ആദ്യം എടുത്തത്? അതിൻ്റെ വിശദമായിട്ടുള്ള കണക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം. ട്രേഡിംഗ് ഈസ് എ മാത്തമാറ്റിക് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും
കണക്കിലാണ്. അപ്പോൾ 207 ഒരു എൻട്രി എടുത്തു. 180 ശരിക്കും പറഞ്ഞാൽ 180 ആവറേജ് ചെയ്യേണ്ടത്. 185 ആവറേജ് ചെയ്തെന്ന് വിചാരിച്ചോ. 185 2 ലോട്ട് എടുത്തിട്ട് ആവറേജ് ചെയ്തു. ആദ്യം എടുത്തത് 207 വിചാരിക്കുക. ആദ്യം എടുത്തത് 207. അത് താഴത്തോട്ട് വന്നപ്പോൾ ഇത് മോർണിംഗ് സ്റ്റാർ ആവും എന്നുള്ള കൺസെപ്റ്റിൽ RSIയിൽ ഒരു മടക്ക് വന്നത്. പക്ഷേ ഈ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അത് റെഡ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. 185 ഒരു എൻട്രി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇൻ കേസ് ഇതൊന്ന് റെഡ് ആയിട്ടാണെങ്കിലും തിരിച്ച് മുകളിലോട്ടൊക്കെ പോകാം മേ ബി. അപ്പോൾ 185 എൻട്രി എടുത്തു 207. അപ്പോൾ മൊത്തത്തിൽ 3 ലോട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജിങ് ബൈ പ്രൈസ് എത്ര വരും എന്നുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആവറേജിങ് ബൈ പ്രൈസ് എന്ന് പറയുമ്പോൾ 192 അതിൻ്റെ ആവറേജിങ് ബൈ പ്രൈസ്. അതായത് 192 എന്ന് പറയുമ്പോൾ ഈ നിലവിൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ പോയിരിക്കുന്നത് 188. ശരിക്കും 192 പോയിരുന്നെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റ് ആവുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ആവറേജ് ചെയ്തു. ആ സാധനം 192 വരുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്യാൻഡിൽ 175 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ 2 ലോട്ട് ആവറേജ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. വീണ്ടും താഴത്തുനിന്ന് റീ ആവറേജ് ചെയ്യാം. RSI ഓൾറെഡി 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്താണ് ചെയ്യാൻ പോണേ? ഈ ഒരു 188 192 വന്നു കഴിയുമ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ആവും. അവിടെ ഇറങ്ങാം, സേഫ് ആവാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വരെ കൊണ്ടുവരാം? 204 വരെ നോർമലായിട്ട് 204 207 ആവറേജ് ചെയ്തത് സാധനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ആയാലും ലാഭമല്ലേ? മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് സിയിൽ പ്രോഫിറ്റ് എടുക്കാൻ നോക്കിയാലും ഓൾമോസ്റ്റ് ലാഭം തന്നെയാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ആവറേജ് ചെയ്ത ആളാരായി, സ്റ്റോപ്പ് ലോസ് ഇട്ട ആളാരായി, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ചെയ്ത് എന്താ പറയണ്ടേ, സിയിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത് ഇത് മോർണിംഗ് സ്റ്റാർ ആയി RSIയിൽ ക്രോസ് ഓവർ കിട്ടിയതിന് ശേഷം മാത്രമാണ്. ആസ് എ നോർമൽ ട്രേഡർ ചിന്തിക്കുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണെന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ട ഒരു ട്രേഡർ എന്തായി, അത് കൃത്യമായിട്ട് 185 ആവറേജ് ചെയ്താൽ 192 ആവറേജിങ് ബൈ പ്രൈസ് ആവും. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 195. ഇത് പോയി നിൽക്കുന്നത് 200. അപ്പോൾ എന്തായി? 8 പോയിന്റ്. അതായത് 192 ആവറേജിങ് ബൈ പ്രൈസ് വന്നിട്ട് അവിടെ നിന്ന് 8 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഈ ഒരു റെഡ് ഡോട്ടിൽ ഇടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, അതായത് നോക്കിയേ 200.72 200 അത് ഹിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ 3 ലോട്ടിൽ 8 പോയിന്റിൽ 24 പോയിന്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയും ട്രേഡ് ചെയ്യാം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിസ്റ്റം കാണിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം. ഈ ഒരു റെഡ് ക്യാൻഡിൽ അതായത് 204.50 അങ്ങോട്ട് എന്തായാലും മാർക്കറ്റ് വന്നേ പറ്റത്തുള്ളൂ. അപ്പം ക്യാൻഡിലുകൾ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ക്യാൻഡിലുകൾ കൃത്യമായിട്ട് വഴിയൊക്കെ മനസ്സിലാക്കി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. $203 നിൽക്കുന്നത്. ഒരു അക്യുറേറ്റ്, അതായത് 100% മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സോണാണ് 204.50. ആ 204.50 മാർക്കറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഞാൻ ഈ ചാർട്ട് റീഡ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ 4 വർഷം ഈ ചാർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടോ യാതൊരുവിധ അർത്ഥമില്ലാണ്ടാവും. 201 202 അത് ഈ ക്യാൻഡിൽ തന്നെ വരണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല കേട്ടോ. ഞാൻ മെയിനായിട്ടൊരു റിവേഴ്സൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ റിവേഴ്സൽ ഫോർമാറ്റിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു സ്പേസ് ഈ ഒരു സ്പേസാണ്. പിന്നെ രാവിലെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തേക്കൊക്കെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി താഴത്തോട്ട് പോകുന്നത് എന്നുള്ളൊരു കോട്ട് ഞാൻ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഞാൻ കാണണം എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഒരു പാർട്ട് നിങ്ങൾ ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് 204 ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. വരാതിരിക്കാനായിട്ട് യാതൊരുവിധ നിവൃത്തിയില്ല. കാരണം ചാർട്ട് കണക്കാണെങ്കിൽ, ട്രേഡിങ് ഗ്യാംബ്ലിംഗ് അല്ല, പ്യുവർ മാത്തമാറ്റിക് ആണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വന്നേ പറ്റത്തുള്ളൂ. അത് എത്ര ഡൗൺ ഇട്ട് പോയി എന്ന് പറഞ്ഞാലും ശരി. ഇൻ കേസ് ഒരു റീസപ്പോർട്ട് എടുക്കാനായിട്ട് 176 പോയാലും ശരി, മാർക്കറ്റ് തിരിച്ച് 204 വന്നേ പറ്റത്തുള്ളൂ. RSI ഗ്രീനിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്തായി? നല്ല രീതിയിൽ റെഡിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. റെഡിലേക്ക് വന്നാലും ശരി, സാധനം 176 ഇട്ട് വന്നാലും ശരി, ഈ സാധനം ഞാൻ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ എത്രയിലേക്കാണ്, എന്ത് റെഡ് വന്നു പറഞ്ഞാലും എന്ത് വന്നാലും ശരി, ഈ സാധനം 204 തിരിച്ചെത്തിക്കണം. ഇല്ലെങ്കിൽ 3 വർഷമായിട്ട് ഞാൻ ഈ ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത് കൊണ്ടോ പ്രയോജനം ഇല്ലാണ്ടാവും. അത് എത്ര കോൺഫിഡൻറ്റോടുകൂടി എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് വെച്ചാൽ, അതൊരിക്കലും ഞാനൊരു അഹങ്കാരമായിട്ടോ തലക്കനമായിട്ടോ ഓവർ ബിൽഡപ്പായി പറയുന്നതല്ല. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്നിലെ കോൺഫിഡൻസ് തന്നെ ഞാൻ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് കോൺഫിഡൻറ്റോടു കൂടി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ഞാൻ തന്നെ ബിൽഡ് ചെയ്യണം. അത് എൻ്റെ കോൺഷ്യസ് മൈൻഡും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡും ഒരേ വേവ് ലെങ്ത്തിലാകാനും വേണ്ടിയിട്ടാണ് ഞാനത് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. $214 ഈ ഒരു ചാർട്ട് വെച്ചിട്ട് റീഡ് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് സിയിലും പിയിലും മാസീവായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇനിയും ചാർട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം. 230. അപ്പോൾ മാർക്കറ്റ് 234 എത്തി. ആദ്യത്തെ ലെവല് ഈ ഒരു 207 204 എന്നുള്ള ലെവലായിരുന്നു. പിന്നെ ഉള്ളത് ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് ആയിരുന്നു. പിന്നെ ഉള്ളത് 234 ആയിരുന്നു. അത് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ സമയം 10:50 ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ കൂടുതൽ നേരം ഇരിക്കുന്നില്ല. ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകൾ, 50 പോയിൻറ്റ്സിൻ്റെ റൈഡാണ് കിട്ടി. ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകൾ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോസ്, ഇനി വരാനിരിക്കുന്ന ലോസ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനിയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കുന്നുള്ളൂ. ഈ ഒരു ചാർട്ട് പഠിച്ച് ഈ ഒരു ചാർട്ട് പ്രീമിയം ചാർട്ട് എടുത്ത് ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോസിൻ്റെ 10-1 ഭാഗം പോലും വേണ്ട, അല്ലെങ്കിൽ 10-1 ഭാഗത്തിൽ താഴെ പോലും വേണ്ട എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നിട്ട് നാളെ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, നാളെ അംബാനി ആവാമെന്നും ഞാൻ പറയില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഡിസിപ്ലിൻ ട്രേഡർ ആവണം, കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഇതിനപ്പുറം ഒരു പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ടുള്ള സിസ്റ്റം എൻ്റെ അടുത്തില്ല. അപ്പോൾ എനിവേ എല്ലാവർക്കും എന്താ പറയണ്ടേ, ഇത് പഠിക്കാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ശ്രമിക്കാനായിട്ടുള്ള ഒരു മാനസിക ഉന്മേഷം നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി പറയാനുള്ളത് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.